ഹായ് മക്കളെ, ഈ പ്രാവശ്യത്തെ +2 റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രാവശ്യത്തത് മാത്രമല്ല, തുടർച്ചയായ 5 വർഷത്തെ റിസൾട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോവാണ്. മാത്രമല്ല, A+ൻ്റെ എണ്ണം കുറവ്, ഫുൾ മാർക്കിൻ്റെ എണ്ണം കുറവ്. ഇനി നിങ്ങളിലേക്ക് വരാം. അതായത് +1ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു അല്ലേ? ഒരുപാട് പേർക്ക് മാർക്ക് കൂടുതലുള്ളവരുണ്ട്, ഡബിൾ പാസ് ഉള്ളവരുണ്ട്, മാർക്ക് കുറഞ്ഞവരുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്വസ്റ്റ്യൻ പാറ്റേൺ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അവസാനത്തേക്ക് പഠിക്കാമെന്ന് നിങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കായി. ശരിക്കും ഞാനൊക്കെ ആ ഗണത്തിൽപ്പെട്ടത് തന്നെയായിരുന്നു. അവസാനം ജനുവരി ഒക്കെ വരുമ്പോൾ പഠിച്ചാൽ മതിയില്ലെന്ന്. ആദ്യമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഞാനും അത് സമ്മതിച്ചിട്ടുണ്ടാവും. ഓക്കേടാ, നിങ്ങൾ ജനുവരിയിലേക്ക് പഠിച്ചാൽ മതിയെന്ന്. ഈ ഒരു കഥ ഞാനൊരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളുടെ മെസ്സേജുകൾ ഇങ്ങനെയാണ്: സാറേ, ഞങ്ങൾക്ക് 85% ഉണ്ട്, ഗവൺമെൻറ്റിൽ കിട്ടും. നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷെ പറയും കിട്ടും, അതൊക്കെ പ്രതീക്ഷിക്കുക, ക്ഷമിക്കുക, കാത്തിരിക്കുക എന്നുള്ളത്. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ നല്ല റിസ്ക്കാണ്. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും അടിപൊളി കോളേജുകൾ എടുക്കാം. അടിപൊളി കോളേജിൽ പഠിക്കാനാണല്ലോ നിങ്ങൾക്കൊക്കെ താല്പര്യം. ആ അടിപൊളി കോളേജിൽ ഓരോരുത്തരും സ്പോർട്സ് കോട്ട, അങ്ങനത്തെ കോട്ടകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ജനറൽ കാറ്റഗറിയിൽ കയറിയ അവസാനത്തെ ആളുടെ മാർക്കൊന്ന് നോക്ക്. ഇത് വെറുതെ പറയുന്നല്ലടാ, നിങ്ങൾ അവരുടെ മാർക്കൊന്ന് എടുത്ത് നോക്ക്. കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിക്കുക എന്നുള്ളതാണ്. ആ കഷ്ടപ്പെടാൻ നിങ്ങൾ താല്പര്യമുണ്ടോ? നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ എടാ ഭയങ്കര ലൈഫാണ് എടാ കോളേജിലൊക്കെ. സത്യം പറഞ്ഞാൽ കോളേജിലൊക്കെ ഉള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇയർ പോയി ഇറങ്ങുമ്പോഴേക്കും അവിടെ കോളേജ് ഇലക്ഷനുകൾ, നമ്മളൊക്കെ പുറത്തേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. കോളേജ് രാഷ്ട്രീയങ്ങൾ, കോളേജ് പ്രണയങ്ങൾ, നിങ്ങളോട് പറയാൻ പാടില്ല എന്നാൽ കോളേജ് പ്രണയങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാണ്ട്. ക്ലാസ്സിൽ കുറേ പേർ ക്ലാസ്സിൽ കയറാതെ നിൽക്കും. കാരണം ഈ അറ്റൻഡൻസ് ഒന്നും അങ്ങനെ വലിയ പ്രശ്നമുള്ള പോലല്ല. വീട്ടിലേക്ക് വിളിക്കില്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടിയാൽ ആ ഗവൺമെൻറ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസം, ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവസാനത്തെ മോഡൽ എക്സാം വന്ന് അപ്പോൾ നോക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്ന ആ പേരുകൾ മാറിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരായിരിക്കും എനിക്ക് മെസ്സേജുകൾ വരാം. സാറേ, എവിടെയെങ്കിലൊക്കെ ഒരു സീറ്റ് ഒപ്പിച്ച് തരാൻ പറ്റുമോ? മാനേജ്മെൻറ്റ് സീറ്റ് ഒപ്പിച്ച് തരാൻ പറ്റുമോ? സാറേ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തിന് നമ്മൾ മറ്റുള്ളവരുടെ കാല് പിടിക്കണം? നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടില്ലേ? എല്ലാവർക്കും 24 മണിക്കൂർ തന്നിട്ടില്ലേ? നിങ്ങൾക്കും അത് തന്നെയല്ലേ? നിങ്ങൾക്ക് മാത്രം 23 മണിക്കൂറും വേറെ ആർക്കോ 24 മണിക്കൂറും കൊടുത്ത് അങ്ങനെ പറ്റിച്ചതാണ്. അവരെ പോലെയുള്ള ബ്രെയിൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഉപയോഗിക്കുന്നിടത്താണ് വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവസാനം ഖേദം എന്നുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയാണ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ അന്ന് ചെയ്താൽ മതിയായിരുന്നു. സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു പഠിക്കണമെന്ന്, പക്ഷെ ഞാൻ പഠിച്ചില്ല. മക്കളെ, നമ്മളെ കൂടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞങ്ങൾ കട്ടക്കുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ എന്ത് പ്രയാസങ്ങൾക്കും ഞങ്ങൾ കട്ടക്കുണ്ട്. ഒന്ന് പഠിച്ച് കണ്ടാൽ മതി. നിങ്ങളുടെ അവസാനത്തെ മെസ്സേജ് ഉണ്ടല്ലോ, അവസാനത്തെ എക്സാമും കഴിഞ്ഞ് എക്സാം ആളിൽ നിന്ന് ഇറങ്ങുമ്പോൾ, സാറേ എക്സാം അടിപൊളിയാക്കി, അത് മാത്രമാണ് ഞങ്ങൾ പ്രതിഫലമായിട്ട് ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ലടാ, നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മതി. പഠിക്കൂല മക്കളെ. നിങ്ങൾക്ക് അങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. പൈസ ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾ ഏറ്റവും നല്ല കോളേജിലെത്തിക്കാൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ഇത് എൻ്റെ ഉറപ്പെന്ന് മാത്രമല്ല, ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം, നിങ്ങൾ ഉയരങ്ങളിലെത്തിക്കും തീർച്ച. താങ്ക് യു.